ഓം മഹത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഒരാളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എങ്ങനെ നമുക്ക് അയാളുടെ കാര്യങ്ങൾ പറയാൻ പറ്റും, അയാളെ പറ്റിയുള്ള വിവരങ്ങൾ പറയാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കേണ്ടായി. ഇതിനെപ്പറ്റി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കണ്ടെങ്കിൽ ഈ ചാനലിൽ 350 പരം വീഡിയോസ് ഉണ്ട്. അതിൽ 100 പരം വീഡിയോസ് കേരള അസ്ട്രോളജിയിലെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുള്ള വീഡിയോസാണ്. കൂടാതെ ഒത്തിരി വീഡിയോകൾ തമിഴ് അസ്ട്രോളജിയുടെ പല ലൈനേജിലുകളിലുള്ള വീഡിയോകൾ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വീഡിയോ എന്താണ് വരാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കും. വീഡിയോ വന്ന് കർമ്മ അസ്ട്രോളജി ഫുള്ള് നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാണാത്തവരെ പോയി കാണുക. കർമ്മ അസ്ട്രോളജി അവിടെ ഇവിടെ തിരഞ്ഞൊക്കെ കഷ്ടപ്പെടേണ്ട. ഇതിന്റെ ഒറിജിനാലിറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ലൈവ് വീഡിയോ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ ക്ലാരിറ്റിയിൽ മനസ്സിലാകും. അപ്പോൾ എങ്ങനെയാണ് ഒരാളുടെ പേര് നോക്കിയിട്ട് സ്വഭാവം പറയുന്നത്? പല മെത്തേഡുകളുണ്ട്. നെയിം. അപ്പൊ അതിന്റെ പല മെത്തേഡ് എന്ന് പറഞ്ഞാൽ ന്യൂമറോളജിക്കൽ വാല്യൂ വെച്ചിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. എന്നാൽ ഇന്ത്യക്കാരും വേദിക് അസ്ട്രോളജേഴ്സും എടുത്തിരുന്നത് പേരിന്റെ അർത്ഥം. സപ്പോസ് ഓരോ ഗ്രഹത്തിനും ചേർന്ന പേരുകളുണ്ട്. ഇപ്പൊ സൂര്യനാണെങ്കിൽ ദിവാകരൻ, ആർക്കെന്നുള്ള പേര് കൊടുക്കാറില്ല. സൂര്യൻ, സൂര്യ, ദിവാകരൻ, രവി, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ. സൂര്യന്റെ പേരുകൾ ഒത്തിരി പേരുകളുണ്ട്, പര്യായങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഓർത്തിരിക്കുക. അത് സൂര്യനോട് ചേർന്നിട്ടുള്ള പേര ആണെങ്കിൽ അത് സൂര്യന്റെ കാരകത്വം നമ്മൾ അതിനെ എടുത്ത് നോക്കണം. സൂര്യന്റെ കാരകത്വം ഉള്ള പേര്, ചന്ദ്രന്റെ കാരകത്വമുള്ള പേര്, ജലവുമായി ബന്ധപ്പെട്ട് നദികളുടെ പേരൊക്കെ ഇല്ലേ, ഗംഗ, യമുന, സരസ്വതി, കാവേരി. കടലിന്റെ പേരായിട്ട് ഉള്ള ഇതൊക്കെ കടലും നദിയൊക്കെ ഇതല്ലേ, സാഗര. ഇങ്ങനെയൊക്കെയുള്ള പേര് ചന്ദ്രന്റെ കാരകത്വം. ചൊവ്വയുടെ കാരകത്വത്തിൽ ഉള്ള കാർത്തികേയൻ, മുരുകൻ, സെൽവൻ, ഇങ്ങനെയൊക്കെയുള്ള പേരുകള്, വേലവൻ, വേലപ്പൻ, പഴയ പേരൊക്കില്ലേ, ഇതൊക്കെ ചൊവ്വയുടെ. ബുധന്റെ കാരകത്വത്തിൽ ഉള്ള പേരുകളുണ്ട്. എല്ലാ പേരും ഞാനിപ്പോ ജസ്റ്റ് ഒരു കീ തരാൻ വേണ്ടി മാത്രമാണ് ഈ പറഞ്ഞത്. ലെങ്തി ആയിട്ടുള്ള പേരുകൾ ഇഷ്ടംമാതിരി വേണമെങ്കിൽ തരാം. ഞാൻ ആ പോയിന്റ് മാത്രമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. വ്യാഴത്തിന്റെ കാരകത്തുള്ള പേരുകൾ, ഗുരു. അപ്പൊ ഈ തരത്തില് പേരിനോട് കൂടിയുള്ള വാലറ്റം. ഇപ്പൊ ചിലൊരു ജാതിയുടെ പേരിട്ടാൽ കൂടിയും അതിൽ നിന്നിട്ടൊക്കെ നമുക്ക് അവരുടെ കാരകത്വം മനസ്സിലാക്കാം. കാരകത്വം. ശുക്രന്റെ പേര്, ഈ സ്ത്രീകളുടെ പേര് പലപ്പോഴും പൂക്കളുടെ പേരൊക്കെ ഇല്ലേ, പുഷ്പ, റോസി, ജാസ്മിൻ, ഇതൊക്കെ ശുക്രന്റെ പേരായിട്ട് വരും. ഇംഗ്ലീഷ് ആണെങ്കിൽ കൂടി അതിന്റെ അർത്ഥം അങ്ങനെയാണല്ലോ. പിന്നെ സരിത, സവിത, സംഗീത, കലകളുമായിട്ട് ബന്ധപ്പെട്ട പേരൊക്കെ ശുക്രൻ്റെത്. ശനിയുടെ പേര്, രാഹുവിന്റെ പേര് ഉള്ള പേരുകൾ. ശനിയുടെ പേരുകൾ ഒത്തിരി പേരുകളുണ്ട്. ലോക്കൽ പേരുകളൊക്കെ ചില അക്ഷരത്തിൽ അവസാനിക്കുന്ന പേരുകൾ ആണുങ്ങളുടെ കുറേ ഉള്ളത്. ചില അക്ഷരം, അവസാന അക്ഷരം ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുന്നതൊക്കെ അതൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം. ഇതിന്റെ അർത്ഥമാണ് പറയണം. രാഹുവിന്റെ പേരുകള്, കേതുവിന്റെ പേരുകള്, നാഗരാജ്, നാഗലത, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ, പാമ്പിനോട് ചേർന്ന പേരുകൾ. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഏത് ഗ്രഹത്തിന്റെ കാരകത്വമായിരിക്കും അവർക്കെന്ന് ചിന്തിച്ച് പരാശര മുറയിൽ പറഞ്ഞാൽ, അതുപോലെ തന്നെ അവർക്ക് ഇതിന്റെ കാരകത്വമുള്ള തൊഴിലുകളായിട്ട് ബന്ധമുണ്ടാവും. സൂര്യന്റെ ആണെങ്കിൽ ഗവൺമെന്റ് ജോലി, അധികാരമുള്ള ഇടങ്ങളിലുള്ള കാര്യങ്ങള്, മെഡിക്കൽ ഫീൽഡിലുള്ളവര്, ഇങ്ങനെയുള്ള ഒത്തിരി പേരെ നിങ്ങൾ കാണാൻ പറ്റും. ചന്ദ്രന്റെ ആണെങ്കിൽ ഹോട്ടൽ നടത്തുന്നവര്, തുണി വ്യാപാരം നടത്തുന്നവര്, സാധാ തുണികള്, ആഡംബര തുണികളല്ല, ഡെയിലി യൂസ് ചെയ്യുന്ന തുണികള്, ഹോട്ടല്, ഫുഡ് കൊടുക്കുന്നവര്, വാട്ടർ കണ്ടന്റുകൾ വിൽക്കുന്നവര്, ഇതൊക്കെ ചന്ദ്രന്റെ കാരകത്വത്തില്. ചൊവ്വയുടെ കാരകത്വം കെട്ടിടപ്പണികള്, സിവിൽ എഞ്ചിനീയറിങ്, മെക്കാനിക്സ്, ഇതൊക്കെ. ബുധന്റെ കാരകത്വം ഓഡിറ്റിംഗ്, അക്കൗണ്ടിങ്, ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം. വ്യാഴത്തിന്റെ കാരകത്വം ടീച്ചിങ് ചെയ്യുക, ജ്യോതിഷം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉപദേശം കൊടുക്കുന്നവര്, മാനേജ്മെന്റ് ജോലികളൊക്കെ.
ശുക്രന്റെ കാരകത്വം ഡാൻസ്, പാട്ട്, കഥ, കായിക രംഗങ്ങൾ, കവിത, ആ ഫീൽഡിലുള്ളവർ. ശനിയുടെ കാരകത്വം നല്ല ഹാർഡ് വർക്കായിട്ടുള്ള വർക്കുകൾ ചെയ്യേണ്ടത് വരുന്നവർ, സാധാരണ രീതിയിലുള്ള ക്ലീനിങ് ജോബുകൾ ചെയ്യുന്നവർ, ആളുകൾക്ക് സർവീസ് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഓഫീസ് ജോബുകളൊക്കെ ശനി. രാഹുവിന്റെ കാരകത്വം ചിലവർ ഫിലിം ഫീൽഡിലുള്ളവരുണ്ടായിരിക്കാം. അതുപോലെ റൈറ്റിംഗ് ജോലികൾ, എഴുത്ത് ജോലികൾ, സർജറി ചെയ്യുന്ന ചില ഡോക്ടർമാര്, തയ്യൽ വേലകൾ, ഇങ്ങനെയൊക്കെയുള്ള പല ജോലികൾ. കേതുവിന്റെ ആണെങ്കിൽ ആത്മീയമായിട്ടുള്ള പല പരിപാടികളും നിയമവുമായിട്ട് ബന്ധപ്പെട്ട തരത്തിലുള്ള ജോബുകൾ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇത്തരത്തില് നമുക്ക് കാരകത്വം എടുത്തിട്ട് നേരെ അവരുടെ തൊഴിലിലേക്ക് വേണമെങ്കിൽ പോകാം. അവരുടെ സ്വഭാവം ശുക്രന്റെ ആണെങ്കിൽ ശുക്രന്റെ സ്വഭാവത്തിലേക്ക് പോകാം. കാരകത്വം അവരുടെ സ്വഭാവം പറയാം, അവരുടെ ആഗ്രഹങ്ങൾ ഇന്നതാണെന്നൊക്കെ പറയാം. അത്തരത്തിലായിരിക്കും വരുന്നത്. കാരണം പേരെന്ന് പറയുന്ന മുൻജന്മത്തിലേക്ക് കുറിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബലം പറയാനുള്ള ഒരു മെത്തേഡാണ് പറഞ്ഞത്. ഇനി കർമാസ്ട്രോളജി വെച്ചിട്ട് എങ്ങനെ പറയുന്നത് നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കർമാസ്ട്രോളജിയെ പറ്റിയും അതിന്റെ വിശദമായ വിവരങ്ങളെ പറ്റിയും അസ്ട്രോളജിയുടെ പല തിയറികളെ പറ്റിയൊക്കെ ഞാൻ ലൈവ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് പോയി കാണുക. വളരെ വാല്യുബിൾ ആയിരിക്കും. നിങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കുന്നതിനേക്കാളും കൂടുതലുള്ള ഐഡിയാസ് ഒറ്റ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലൈവ് പോയി കാണുക. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് ലെങ്തി ആക്കാതിരിക്കാനാണ് ഇത്രയും പറഞ്ഞത്. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരു വ്യൂ. ഓം അഗസ്ത്യ.